पार्ट 2 करने जा रहे हैं। पहले भाग में हम पढ़ चुके हैं कि आज के समाज में सबका ही ठगी डकैती चोरी तस्करी और भ्रष्टाचार के समाचार भरे रहते हैं और सबका ही आरोप प्रत्यारोप का कुछ ऐसा वातावरण हो रहा है। ये सब देखने पर हमें ऐसा लगता है कि देश में कोई ईमानदार आदमी ही नहीं रह गया है। लेकिन निबंधकार हजारी प्रसाद द्विवेदी हमसे कहते हैं कि उसके जीवन में ऐसे कुछ अनुभव हुआ है जो अकारण मनुष्य दूसरों की सहायता करता है, आसपास में प्रेम करते हैं, ढांढस मन को सांत्वना देते हैं और लेखक ने अपने जीवन के कुछ अनुभव हमसे हमारे साथ बांटते हैं। लेखक कहता है, एक बार वह बस में यात्रा कर रहा था। उसके साथ उसकी पत्नी और 3 बच्चे भी थे और बस में कुछ खराबी थी और बस रुक कर चलती थी और समय लगभग रात को 10 बजे थे। अचानक बस रुक गई। वह एक निर्जन सुनसान स्थान था और बस के कंडक्टर उधर कर कहीं चला गया और सब लोग बस में बैठे सभी यात्री घबरा गए। लोगों ने सोचा कि वे धोखा दे रहा है। वहाँ तक हमने पहले भाग में पढ़ चुके हैं और आगे सुनिए। बस में बैठे लोगों ने तरह तरह की बातें शुरू कर दी। बസ്സിലിരുന്ന ആളുകൾ പല തരത്തിലുള്ള കഥകൾ മെനഞ്ഞുണ്ടാക്കാൻ തുടങ്ങി। किसी ने कहा, यहाँ डकैती होती है, 2 दिन पहले इसी तरह एक बस को लूट गया था। ഇവിടെ കൊള്ള നടക്കുന്ന സ്ഥലമാണ്। കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ തന്നെ ഒരു ബസ്സിനെ കൊള്ളയടിച്ചു. പരിവാർ സഹിത അകേല मैं ही था, കുടുംബസഹിതം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലേഖകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബച്ചെ പാനി പാനി ചില്ലാ രഹേ ദേ, കുട്ടികൾ വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. പാനി ക കഹീം ടിക്കാന നഥ, വെള്ളത്തിൻ്റെ യാതൊരു നിശാനി, ടിക്കാന എന്നൊരു അടയാളം പോലും കാണാനില്ല, വെള്ളം കിട്ടാനുള്ള യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. ഊപ്പർസെ ആത്മീയ ക ഡർ സമ ഗയാ ഥാ, ആളുകളുടെ ഭയമാണെങ്കിൽ ഇങ്ങനെ കൂടിക്കൂടി വന്നു. കുച്ച് നവജവാനോം നെ ഡ്രൈവർ को पकड़कर मारने पीटने का हिसाब बनाया. കുറച്ച് യുവാക്കൾ ചേർന്ന് ഡ്രൈവറെ പിടിച്ച് 2 പൊട്ടിക്കാമെന്ന്, മാറാ പീട്ടാൻ നല്ല 2 അടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഡ്രൈവർ के चेहरे पर हवाइयाँ उड़ने लगे. चेहरे पर हवाइयाँ उड़ने लगना എന്ന് പറഞ്ഞാൽ അദ്ദേഹം പേടിച്ച് വിറച്ചുപോയി. लोगों ने उसे पकड़ लिया. वह बड़े कादर ढंग से मेरी ओर देखने लगा. ആളുകളെ എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ചിറക്കി. ആ ഡ്രൈവർ ലേഖൻ്റെ നേരെ ഭയങ്കര കാദർ ढंग से मेरी ओर देखने लगा और बोला. ഡ്രൈവർ നമ്മുടെ ലേഖൻ്റെ നേരെ ഭയങ്കര ദയനീയ മുഖത്തോടു കൂടി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, हम लोग बस का कोई उपाय कर रहे हैं, बचाइए ये लोग मारेंगे. ഞങ്ങൾ വണ്ടിയുടെ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാം, എന്നെ രക്ഷിക്കുക, ആളുകൾ എന്നെ തല്ലും എന്ന് പറഞ്ഞു. डर तो मेरे मन में था पर उसकी कादर मुद्रा देखकर मैंने यात्रियों को समझाया कि मारना ठीक नहीं है. डर तो मेरे मन में था, പേടി ലേഖകൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ദയനീയമായ കാതരമുദ്ര എന്ന് വെച്ചാൽ ദയനീയ ഭാവം, देखकर मैंने यात्रियों को समझाया कि मारना ठीक नहीं है. അദ്ദേഹത്തിൻ്റെ ദയനീയ ഭാവം കണ്ടിട്ട് ഞാൻ ആളുകളോട് പറഞ്ഞ് തല്ലുന്നത് ശരിയല്ല. परंतु यात्री इतने घबरा गए कि मेरी बात सुनने को तैयार नहीं हुए. ആളുകൾ ഇത്രമാത്രം പേടിച്ചിരിക്കുകയായിരുന്നു, ഒരുപാട് പേടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ലേഖകൻ പറയുന്നതൊന്നും അവർ അനുസരിക്കുകയേ ചെയ്തില്ല. इसकी बातों में न आइए धोखा दे रहा है. ഈ ആൾ പറയുന്നൊന്നും കേൾക്കരുത്, ഇവർ നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ആളുകൾ പറഞ്ഞു. കണ്ടക്ടർക്കോ പകലേക്ക് ഡാക്കുമെങ്കിൽ അഹം ഭേജ് ദിയാ ഹെ. കണ്ടക്ടർ ആദ്യമേ തന്നെ കൊള്ളക്കാരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഡ്രൈവർ പറഞ്ഞൊന്നും കേൾക്കരുത്, ഇയാൾക്കിട്ട് നല്ല പൊട്ടിയിൽ 2 കൊടുത്തപ്പോൾ കാര്യം ശരിയാവുമെന്ന് പറഞ്ഞ ആളുകൾ അയാളെ വളഞ്ഞു വെച്ച് തല്ലാൻ തുടങ്ങി. मैं भी बहुत भयभीत था पर ड्राइवर को किसी तरह मार पीट से बचाया. എനിക്കും ഭയങ്കര പേടിയുണ്ടായിരുന്നു, പക്ഷേ എങ്ങനെയോ ഡ്രൈവറെ
അവരുടെ തല്ലിൽ നിന്ന് രക്ഷപ്പെടുത്തിച്ചു. 1.5-2 ഘണ്ടെ ബീത് ഗയെ, അങ്ങനെ 1.5-2 മണിക്കൂർ കഴിഞ്ഞു പോയി. മേരെ ബച്ചെ ഭോജൻ ഔർ പാനി കെ ലിയെ വ്യാകുൽ തേ, എൻ്റെ കുട്ടികൾ വെള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടിയിട്ട് ഭയങ്കരേറെ വിവശരായിരുന്നു, ക്ഷീണിച്ച അവശരായിരുന്നു. വ്യാകുൽ എന്ന് വെച്ചാൽ പരേശാൻ, അവർ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുമായിട്ട് ബുദ്ധിമുട്ടി. മേരി ഔർ പത്നിക്ക് ഹാലത് ബുരീതി, എൻ്റെയും ഭാര്യയുടെയും അവസ്ഥ മോശമായിരുന്നു. ലോഗോനെ ഡ്രൈവർ കോ മാരാ തോ നഹീം പർ ഉസെ ബസ് സെ ഉതാർ കർ ഏക് ജഗ കേർ ഖർ രഖ, ആളുകൾ ഡ്രൈവറെ തല്ലിയില്ല, പക്ഷേ അദ്ദേഹത്തിനെ ബസ്സിൽ നിന്ന് ഇറക്കി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വളഞ്ഞു വെച്ചു. कोई भी दुर्घटना होती है तो पहले ड्राइवर को समाप्त कर देना उन्हें उचित जान पड़ा. എന്തെങ്കിലും മോശമായ കാര്യം സംഭവിക്കുകയാണെങ്കിൽ ആദ്യം ഡ്രൈവറെ തീർക്കാം, അതാണ് ശരിയായ കാര്യമെന്ന് അവർ ചിന്തിച്ചു. മേരെ ഗിഡ്ഗിഡാനെ ക കോയി വിശേഷ അസർ നഹീം പട, ഗിഡ്ഗിഡാന എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും പറയുക. ലേഖൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഇസി സമയ ക്യാ ദേഖ്താ ഹും കി ഏക് ഖാലി ബസ് ചലി ആ രഹി ഹെ, ഈ സമയത്ത് എന്താ കാണുന്നത്? ഒരു ഖാലി ബസ്, ഒരു empty ബസ് വരുന്നു. ഉസ് പർ ഹമാര ബസ് കണ്ടക്ടർ ഭി ബൈഠാ ഹുവാ ഹെ, നോക്കിപ്പോണ്ട ആ ബസ്സിൽ നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ ഇരിക്കുന്നു. ഉസ്നെ ആത്തേ ഹി കഹ, അദ്ദേഹം വന്നപ്പോൾ തന്നെ പറഞ്ഞു, അണ്ടേ സി നയി ബസ്സിലായാ ഹും, അവിടെ ബസ് സ്റ്റാൻഡിൽ പോയി പുതിയ വണ്ടി കൊണ്ടുവന്നു. ഇസ് ബസ് പർ ബൈഠി, എല്ലാവരും ഈ ബസ്സിൽ കയറിയിരുന്നുള്ളൂ. വഹു ബസ് ചലാനെ ലായക് നഹീ ഹെ, ആ ബസ് ഓടിക്കാൻ പറ്റില്ല. ഫിർ മേരെ പാസ് ഏക്ക് ലോട്ടമേ പാനി ഓർ ധോടാസ ദൂത് ലേക്കർ ആയ അവർ ബോല, എന്നിട്ട് ലേഖൻ്റെ അടുത്ത് ഒരു ലോട്ടയിൽ കുറച്ച് വെള്ളവും കുറച്ച് പാലും കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, പണ്ഡിറ്റ് ജി ബച്ചോം കൊരോന മുജ്സെ ദേഖാ നഹീ ഗയാ. പണ്ഡിറ്റ് ജി, ഇവിടെ ലേഖകൻ അറിയപ്പെടുന്നൊരു വ്യക്തിയാണല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ പണ്ഡിറ്റ് ജി, അറിവുള്ളവൻ എന്ന അർത്ഥത്തിൽ. കുട്ടികളുടെ കരച്ചിൽ എനിക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. വഹി ദൂത് മിൽ ഗയ ഥോഡ ലേതായ, അവിടെ പാല് കിട്ടിയതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് വന്നു. യാത്രിയോമേം ഫിർ ജാൻ ആയി, യാത്രക്കാർക്ക് വീണ്ടും ജീവൻ വെച്ചു, അതായത് അവരുടെ പേടിയൊക്കെ പോയി അവർക്ക് നല്ല ജീവൻ തിരിച്ചു കിട്ടിയ പോലെയായി. സബ്നെ ഉസേ ധന്യവാദ് ദിയ, എല്ലാവരും അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. ഡ്രൈവർ സെ മാഫി മാങ്കി അവർ 12 ബജെ സെ പഹലെ ഹി സബ് ലോഗ് ബസ് അഡേ പഹുജ് ഗയെ, അവർ 12 മണിക്ക് മുമ്പ് എല്ലാവരും ബസ് സ്റ്റാൻഡിലെത്തി. കെയ്സെ കഹും മാനവത ഏകദം സമാപ്ത ഹോ ഗയി ഹെ, നമുക്ക് എങ്ങനെ പറയാൻ കഴിയും മനുഷ്യത്വം അങ്ങ് ഇല്ലാതായി എന്ന്, അവസാനിച്ചു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? കൈസെ കഹുങ്കി ലോകോമെൻ ദയാമായ രഹ്ഗി നഹി ഗയി ഹെ, എങ്ങനെ പറയാൻ കഴിയും മനുഷ്യനിൽ നിന്ന് ദയയും മമതയും ആയ ഒന്ന് നഷ്ടപ്പെട്ടു പോയി, ഒന്നും ഇല്ല, അവശേഷിക്കുന്നില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ജീവൻ മേ ജാനെ കിത്തനി ഹി ഐസി ഘടനയെ ഹുയി ഹെ ജനെ മേ ഭൂൽ നഹി സക്ത, ജീവിതത്തിൽ ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരിക്കലും അതൊന്നും മറക്കാൻ കഴിയില്ല. ടകാ ബി ഗയാ ഹെ ധോഖാ ബി ഖായാ ഹെ, ഒരുപാട് ചതിയും വഞ്ചനയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പരന്തു ബഹുത്ത് കം സ്ഥലം പർ വിശ്വാസഘാത് നാം കി ചീസ് മിൽത്തി ഹെ, വളരെ കുറച്ച് പ്രാവശ്യം വിശ്വാസവഞ്ചനയും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. കേവൽ ഉനിയും ബാത്തോങ്ക ഹിസാബ് രഖോ, പക്ഷേ ഈ ഒരു കാര്യങ്ങൾ മാത്രം, ഇങ്ങനെ നമുക്ക് പറ്റിയുള്ള ചതിയും വഞ്ചനയും വിശ്വാസാഘാതവും വിശ്വാസവഞ്ചനയുടെ കാര്യം മാത്രം കണക്കെടുത്തുകൊണ്ടിരുന്നാൽ, ജിസ്നെ ധോക്കാ ഗായാ ഹെ തോ ജീവൻ കഷ്ടകർക്കോ ജായക, ആ ചതിയുടെയും വഞ്ചനയുടെ മാത്രം കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കഷ്ടകരമായി തീരും. परंतु ऐसी घटनाएं भी बहुत कम नहीं है जब लोगों ने अकारण सहायता की है, എന്നാൽ ഇതുപോലുള്ള അനുഭവങ്ങളും വളരെ കുറവല്ല. ജബ് ലോകോനെ അകാരൻ സഹായ കി ഹേ, ആളുകൾ അകാരണമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുക. നിരാശ് കോ ഢാണ്ടസ് ദിയാ ഹേ, നിരാശരായ മനസ്സുകൾക്ക് ആശ്വാസം പകരുക. അവർ ഹിമ്മത്ത് ബന്ധായി ഹേ, നല്ല ധൈര്യം പകർന്നു കൊടുക്കുക. മുതലായ കാര്യങ്ങളെല്ലാം ഇഷ്ടം പോലെ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. कविवर रविंद्रनाथ टैगोर ने अपने प्रार्थना गीत में भगवान से प्रार्थना की थी. കവിശ്രേഷ്ഠനായ രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ പ്രാർത്ഥനാ ഗീതത്തിൽ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് നോക്കി. സൻസാർമേ കേവൽ നുക്സാൻ ഹി ഉഠാനാ പടേക, ഈ ലോകത്ത് നിന്ന് എനിക്ക് കഷ്ടനഷ്ടങ്ങൾ മാത്രം സംഭവിച്ചേക്കാം. ദോക്കാ ഹി ഖാനാ പടേ, വഞ്ചന മാത്രം നമുക്ക് അനുഭവിക്കേണ്ടി വരാം. ऐसे അവസരവും पर भी ഹേ പ്രഭു, അത്തരത്തിലുള്ള അവസരങ്ങളിലും അല്ലയോ പ്രഭു, മുജ്മേ ഏസി ശക്തി ദോ, മുझे ऐसी ശക്തി ദോ, എനിക്ക് ആ ശക്തി തരൂ. എങ്ങനെയാണ്? മേ തുമാരെ ഊപ്പർ സന്ദേഹന കരൂ, ഞാൻ നിന്നെ ഈശ്വരനിൽ സംശയിക്കാതിരിക്കാനുള്ള ശക്തി എനിക്ക് തരൂ.
ഇനി എന്തൊക്കെ സംഭവിച്ചാലും ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായാലും എന്തൊക്കെ വഞ്ചനയും ചതിയും ഏൽക്കേണ്ടി വന്നാലും ഈശ്വര അങ്ങിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ, അതിനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ പ്രാർത്ഥനാ ഗീതത്തിൽ പറയും. മനുഷ്യ की बनाई विधियाँ गलत नतीजे तक पहुँच रही है तो उन्हें बदलना होगा. മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള വിധിയാം എന്ന് വെച്ചാൽ റൂൾസുകൾ, മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളും റൂളുകളുമെല്ലാം ഗലത് നതീജെ തക്ക് പഹുഞ്ച് രഹി ഹേ, മോശമായ റിസൾട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇനിയും ബദൽനാ ഹോക, അതെല്ലാം നമ്മൾ മാറ്റണം. വസ്തുതകായേ ദിൻ ഉനേം ബദലാഹി ജരഹ ഹേ, വരും ദിവസങ്ങളിൽ അത് മാറ്റുക തന്നെ ചെയ്യും, മാറിക്കൊണ്ടിരിക്കുന്നു. ലേക്കിൻ അബുബി ആശാക്കി ജ്യോതി ബുച്ചി നഹി ഹേ, ഇപ്പോഴും ആശയുടെ പ്രതീക്ഷയുടെ ആ ജ്യോതി അണഞ്ഞിട്ടില്ല. മഹാൻ ഭാരതവർഷ കോ പാനേക്ക് സംഭാവന ബനി ഹുയി ഹേ, ശ്രേഷ്ഠമായ ആർഷഭാരത സംസ്കൃതി ആണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ബനി രഹി ഹേ, അതുകൊണ്ടത് നിലനിൽക്കുക തന്നെ ചെയ്യും. ശ്രേഷ്ഠമായ ആർഷഭാരത സംസ്കൃതി തന്നെ നിലനിൽക്കുക ചെയ്യും. ഇവിടെ ഏതെന്നാണോ ശ്രേഷ്ഠമായിട്ടുള്ളത്, മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിഹിതമായിട്ടുള്ള ആന്തരിക ഗുണങ്ങൾ എന്നും എക്കാലത്തും നിലനിൽക്കുകയും. लेखक कहता है आधुनिक समाज में सच्चाई, ईमानदारी, प्रेम भाव, परोपकार, दया, करुणा, ममता आदि भाव जो समाज का आधार है वह बना ही रहेगा, उसे कभी भी समाप्त नहीं कर सकता. क्योंकि यही भारतवर्ष मनुष्यों का मनन है, मनुष्यों का संभावना है. इसलिए लेखक अपने मन से कहते हैं मेरे मन निराश होने की ज़रूरत नहीं है. നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് ലേഖകൻ തൻ്റെ മനസ്സിനോട് പറയുന്നു. അടുത്തൊരു വീഡിയോയിൽ ഈ പാഠത്തിൻ്റെ നോട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ധന്യവാദം.